Hi, hello. Welcome back to Geotechnical Engineering class. ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈഡ്രോമീറ്റർ അനാലിസിസ് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോമീറ്റർ അനാലിസിസ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അതിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള പാർട്ടിക്കിൾ സൈസ് കണ്ടുപിടിക്കാനുള്ളതും അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി ആ ഇക്വേഷൻ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? In a hydrometer analysis of 50 gram of soil mixed with water to form 1000 ml and the correct hydrometric reading after 16 minutes from the start of sedimentation was 1.01. Then the corresponding effective depth is 1.8 mm. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് effective diameter and the percentage of particles finer than this size. Okay, percentage of finer കണ്ടുപിടിക്കണം. G is given as 2.7, viscosity is 0.001 Newton second per meter square. Okay, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡയമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അതായത് സ്റ്റോക്സ് ലോ വെച്ചിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്ത് നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും ഡിസ്കസ് ചെയ്തായിരുന്നു. ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതുക. വെയ്റ്റ് തന്നിട്ടുണ്ട്, 50 gram ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ റീഡിങ്, ഹൈഡ്രോമീറ്റർ റീഡിങ് എടുത്തിരിക്കുന്നത് 1.010 ആണ്. അതുപോലെ എഫക്റ്റീവ് ഡെപ്ത് 108 mm, അത്രയും ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള പാർട്ടിക്കിൾസ് തന്നെ നമ്മൾ അതിൻ്റെ ഡെൻസിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഡി കണ്ടുപിടിക്കണം. ജി തന്നിട്ടുണ്ട് 2.7, ടൈം തന്നിട്ടുണ്ട് 60 minutes കഴിഞ്ഞിട്ടുള്ള റീഡിംഗ് ആണ് നമുക്ക് വേണ്ടത്. ആൻഡ് മ്യൂ, ഡൈനാമിക് വിസ്കോസിറ്റി തന്നിട്ടുണ്ട് 0.001 Newton second per meter square. ഇത്രയും തന്നിട്ടുണ്ട്. ഇനി സ്റ്റോക്സ് ലോ വെച്ച് നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ്. നമ്മൾ 2 ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏത് ഇക്വേഷൻ വേണം നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ G/80 എന്നുള്ള ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. G/80 ഇൻറ്റു ഗാമ എസ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡ് ഇൻ മ്യൂ. ഈ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്നും ഡിയുടെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 18 ഇൻറ്റു മ്യൂ ഇൻറ്റു വെലോസിറ്റി ഡിവൈഡഡ് ബൈ G ഇൻറ്റു ഗാമ എസ് മൈനസ് ഗാമ ഡബ്ല്യു എന്ന് എഴുതാം. ശരിയല്ലേ? പിന്നെ നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഡിസ്റ്റൻസും അതുപോലെ ടൈമും നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? 108 mm, അത്രയും ഡിസ്റ്റൻസ് ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്തു. ആ ഒരു ഡിസ്റ്റൻസിൽ ആ പാർട്ടിക്കിൾ എത്തിക്കഴിഞ്ഞപ്പോൾ ഉള്ള റീഡിംഗ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ പാർട്ടിക്കിൾ ട്രാവൽ ചെയ്ത് 108 mm ഡിസ്റ്റൻസ് ആണ്, 60 minutes എടുത്തു അവിടം വരെ എത്താൻ. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ആ എഫക്റ്റീവ് ഡെപ്ത് ഡിവൈഡ് ബൈ ടൈം ചെയ്താൽ മതിയല്ലോ. സോ ഇറ്റ് ഈസ് ഗിവൺ ഇൻ mm, അതിനെ മീറ്ററിലേക്ക് ആക്കുമ്പോൾ 1.108 meter ഡിവൈഡഡ് ബൈ മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്, അതിനെ നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വെലോസിറ്റി കിട്ടുക 3 ഇൻറ്റു 10⁻⁻5 meter per second എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 18 ഇൻറ്റു മ്യൂവിൻ്റെ വാല്യൂ 0.001 ആണ്. വെലോസിറ്റി 3 ഇൻറ്റു 10⁻⁻5 ആണ്. ഡിവൈഡഡ് ബൈ ജി ഈസ് 9.81 meter per second സ്ക്വയറിലാണ്. ഗാമ എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ജി ഇൻറ്റു ഗാമ ഡബ്ല്യു ആണ്, മൈനസ് ഗാമ ഡബ്ല്യു. ഓക്കെ, ഇത് ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് ഡിയുടെ വാല്യൂ കിട്ടുക 5.69 ഇൻറ്റു 10⁻⁻6 meter. അതല്ല എങ്കിൽ നമുക്ക് അതിനെ 0.005 mm എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് നമ്മുടെ എഫക്റ്റീവ് സൈസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ കഴിഞ്ഞു. എഫക്റ്റീവ് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അതിൻ്റെ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് ഫൈനർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. n is equal to അല്ലേ, ഏതായിരുന്നു ഇക്വേഷൻ? n is equal to g divided by G minus 1 into corrected reading divided by weight of the solids into 100. ഇങ്ങനെയൊരു ഇത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് RH വാല്യൂ ആദ്യം നമ്മൾ എഴുതണം. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന R എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് അത് ഡിപ്പ് ചെയ്തപ്പോഴത്തേക്കും അതിൻ്റെ സർഫസിൽ കാണിച്ച റീഡിങ്, അതായത് ഹൈഡ്രോമീറ്ററിൽ നിന്നുള്ള ഡയറക്റ്റ് റീഡിംഗ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്റ്റ് റീഡിംഗ് തരുവാണെങ്കിൽ അതിനെ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കറക്റ്റഡ് റീഡിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് എന്താ ചെയ്യണം എന്നാണ് പറഞ്ഞത്? നമുക്ക് കിട്ടുന്ന റീഡിംഗ് അല്ലെങ്കിൽ ആ ഡെൻസിറ്റി വാല്യൂ -1 ഇൻറ്റു 1000 ചെയ്യണം അല്ലേ. നമ്മൾ ആ എക്സ്പെരിമെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് നമ്മൾ
നോട്ട് ചെയ്യേണ്ട റീഡിങ്. നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് റീഡിങ് -1/1000. അതാണ് നമ്മുടെ ആക്ച്വൽ ഹൈഡ്രോമീറ്റർ റീഡിങ് എന്ന് പറയുന്നത്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 10 എന്നുള്ളതാണ്. ഓക്കെ, ആ വാല്യൂ ആണ് നമ്മുടെ ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ജിയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2.7 ഡിവൈഡഡ് ബൈ 2.7 - 1. RH നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 10 ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് ദ സോളിഡ്സ് നമുക്ക് ഇൻ ഗ്രാമിൽ തന്നിട്ടുണ്ട്. 50 ഗ്രാം ആണ്, ഇൻറ്റു 100. ഇത് ചെയ്യാം. ഇത് ചെയ്ത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം 32 ഗ്രാം 31 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. ദാറ്റ് ഈസ് 32 ഗ്രാം അല്ല, 32%. നമ്മൾ പെർസെൻറ്റേജ് ഫൈനൽ ഇവിടെ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു 32% അത്രയും ഈ നമ്മുടെ സൈസിന്, നമ്മൾ കണ്ടുപിടിച്ച സൈസിനേക്കാളും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ അതിലുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും കിട്ടി. എഫക്റ്റീവ് ഡയമീറ്റർ നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഓഫ് പാർട്ടിക്കിൾ ഫൈനർ ദാൻ ദിസ് സൈസ് ആണ്. സോ 32% ഓഫ് പാർട്ടിക്കിളും ഈ സൈസിനേക്കാളും ഫൈനർ ആയിട്ടുള്ളതാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് പ്രോബ്ലം സിമിലർ പോലത്തെ ഒരു പ്രോബ്ലമാണ്. A 50 gram of soil sample dispersed in 1000 ml of water. And how long after the start of sedimentation should the hydrometer reading be taken in order to estimate the percentage of particles less than 0.003 mm effective diameter if the center of the hydrometer is 150 mm below this water soil suspension? G value and mu value is given. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ എന്താ കണ്ടുപിടിച്ച? പെർസെൻറ്റേജ് ഓഫ് ഫൈനറും എഫക്റ്റീവ് സൈസ് കണ്ടുപിടിച്ചു. അവിടെ ടൈം തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഡയമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആ ഡയമീറ്ററിനേക്കാളും ഫൈനർ ആയിട്ടുള്ള എത്ര പാർട്ടിക്കിൾസ്, അല്ലെ ആ പാർട്ടിക്കിൾസിൻ്റെ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ എത്ര ടൈം കഴിഞ്ഞ് നമ്മൾ മെഷർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലും കാളും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾസിലുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളത്. ഓക്കെ, in order to estimate the percentage of particles less than 0.003 mm effective diameter. അതിനേക്കാളും താഴെയുള്ള പാർട്ടിക്കിൾസിൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് എത്ര ടൈം കഴിയുമ്പോഴാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ ഡിപ്പ് ചെയ്യേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെയിറ്റ് ഓഫ് സോളിഡ്സ് തന്നിട്ടുണ്ട് 50 ഗ്രാം. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഡയമീറ്റർ തന്നിട്ടുണ്ട് 0.003 mm. അതിനേക്കാളും എഫക്റ്റീവ് സൈസിന് താഴെയുള്ള ഫൈനൽ പാർട്ടിക്കിൾസിൻ്റെ പെർസെൻറ്റേജ് അത് കണ്ടുപിടിക്കാനുള്ള ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഉള്ള എഫക്റ്റീവ് ഡെപ്ത് വന്നിട്ടുണ്ട് 150 mm ആണ്. ദെൻ ജി വാല്യൂ ഇസ് ഗിവൺ, മ്യൂ വാല്യൂ ഇസ് ഗിവൺ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നേരത്തെ ചെയ്തതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ്. ഇവിടെ ആദ്യം നമ്മൾക്ക് എന്ത് കണ്ടുപിടിക്കണം? വെലോസിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടെ വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് അറിയാം, വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫക്റ്റീവ് ഡെപ്ത് ബൈ ടി ആണ്, അല്ലേ? സോ നമുക്കിവിടെ ടി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാവുന്ന ഇക്വേഷൻ കൊടുക്കാം. അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സ്റ്റോക്സ് ലോ വെച്ചിട്ട് നമുക്കറിയാവുന്ന ഇക്വേഷൻ കൊടുക്കാം. സ്റ്റോക്സ് ലോ വെച്ചിട്ട് ജി ഇൻറ്റു ഗാമ എസ് മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 18 മ്യൂ. ജി വാല്യൂ 9.81. ഗാമ എസ് എന്ന് പറഞ്ഞാൽ ജി ഇൻറ്റു ഗാമ ഡബ്ല്യു മൈനസ് ഗാമ ഡബ്ല്യു divided by 18 into mu value is 0.001 into d is 0.003 mm തന്നിരിക്കും. നമ്മളതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ചെയ്തു വരിക. ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് 8.093 into 10⁻⁻6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതല്ല എങ്കിൽ ഇനി നമ്മൾ mm എഴുതുവാണെങ്കിൽ 0.0081 mm per second വെലോസിറ്റി കിട്ടി. ഇനി നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫക്റ്റീവ് ഡെപ്ത് ഡിവൈഡഡ് ബൈ ടൈം ആണ്, അല്ലേ? വെലോസിറ്റി നമുക്കറിയാം 0.0081 ആണ്. എഫക്റ്റീവ് ഡെപ്ത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 150 mm. അങ്ങനെയാണ് ആ ഒരു ഡെപ്തിലുള്ള ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ കൊടുത്താൽ പോരെ? സോ ഇതിൽ നിന്നും ടി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 150 ഡിവൈഡഡ് ബൈ 0.0081. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ടൈം എന്ന് കിട്ടുന്നത് 18,578.18 സെക്കൻഡ്സ്. ഓക്കെ, അത് ഏകദേശം അപ്രോക്സിമേറ്റ്ലി 5.15 അവർ വരും. അതായത് ആ ഒരു പർട്ടിക്കുലർ സൈസ് 0.003നേക്കാളും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ, അതിൻ്റെ സെഡിമെൻറ്റേഷൻ കണ്ടുപിടിക്കാനായിട്ട് എത്ര ടൈം കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ഹൈഡ്രോമീറ്റർ ഇടേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 5.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഹൈഡ്രോമീറ്റർ ഡിപ്പ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ സൈസിനേക്കാളും താഴെയുള്ള സൈസിൻ്റെ പാർട്ടിക്കിളിൻ്റെ സെഡിമെൻറ്റേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു റീഡിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെൻസിറ്റി സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.